യു.എസ്. വത്തിക്കാൻ നയതന്ത്ര ബന്ധത്തിൽ ഉലച്ചിലുകൾ സംഭവിച്ചതായുള്ള വാർത്തകളിൽ വിശദീകരണവുമായി വത്തിക്കാന്റെ യു.എസ്. അംബാസഡർ ബ്രയാൻ ബുർച്ച് വ്യാഴാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ, ഇപ്പോൾ റോമിൽ താമസിക്കുന്ന യു.എസിനായുള്ള മുൻ വത്തിക്കാൻ പ്രതിനിധി കർദിനാൾ ക്രിസ്റ്റോഫ് പിയറിയുമായി താൻ സംസാരിച്ചതായി ബ്രയാൻ ബുർച്ച് വ്യക്തമാക്കി. ഈയടുത്ത് യു.എസിനായുള്ള വത്തിക്കാൻ പ്രതിനിധി സ്ഥാനത്ത് നിന്നും വിരമിച്ച കർദിനാൾ ക്രിസ്റ്റോഫ് പിയറിയെ ജനുവരി മാസത്തിൽ പെന്റഗൺ വാർ ഫോർ പോളിസി അണ്ടർ സെക്രട്ടറി എൽബ്രിഡ്ജ് കോൾബി വിളിപ്പിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന പ്രചാരണങ്ങൾ കർദിനാൾ നിഷേധിച്ചതായി ബ്രയാൻ ബുർച്ച് അറിയിച്ചു. ദ ഫ്രീ പ്രസിനെ ഉദ്ധരിച്ച് പ്രചരിക്കുന്ന വാർത്തകളിലാണ് ബ്രയാൻ ബുർച്ച് വ്യക്തത നൽകിയിരിക്കുന്നത്. പാപ്പയുടെ സമാധാന സന്ദേശത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉന്നയിച്ച് എൽബ്രിഡ്ജ് കോൾബി കർദിനാളിനെ വിളിച്ചുവരുത്തിയതായും തുടർന്ന് അപമര്യാദയായി പെരുമാറിയെന്നുമാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. എന്ത് ചെയ്യാനും അമേരിക്കയ്ക്ക് പറ്റുമെന്നും കത്തോലിക്ക സഭ അമേരിക്കയുടെ പക്ഷം പിടിക്കുന്നതാണ് നല്ലത് എന്നും കോൾബി കർദിനാളിനോട് പറഞ്ഞതായാണ് ആരോപണങ്ങളിൽ പറയപ്പെടുന്നത്. അവിഗ്നോൺ പേപ്പസി കാലഘട്ടത്തെക്കുറിച്ച് കൂടിക്കാഴ്ചയിൽ പെന്റഗൺ സൂചിപ്പിച്ചതായും ആരോപണങ്ങൾ പരന്നിരുന്നു. അക്കാലത്ത് ഫ്രഞ്ച് ഭരണകൂടത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി പാപ്പയ്ക്ക് തങ്ങളുടെ ആസ്ഥാനം റോമിൽ നിന്നും ഫ്രാൻസിലേക്ക് മാറ്റേണ്ടി വന്നിരുന്നു. കൂടാതെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പാപ്പ അമേരിക്കൻ സന്ദർശനം വരെ റദ്ദാക്കിയെന്ന തരത്തിലാണ് യാതൊരു ഔദ്യോഗിക അറിയിപ്പുമില്ലാതെ വാർത്തകൾ പരക്കുന്നത്. വാസ്തവത്തിൽ ലയോ 14 പാപ്പ അമേരിക്ക സന്ദർശനം നടത്താൻ നിശ്ചയിച്ചതായി വത്തിക്കാൻ സൂചനകളൊന്നും നൽകിയിരുന്നില്ല. എന്നാൽ നിശ്ചയിച്ചുറപ്പിച്ച തന്റെ പേപ്പൽ സന്ദർശന തീരുമാനത്തിൽ നിന്ന് ഈ ചർച്ചയ്ക്ക് ശേഷം പാപ്പ പിന്മാറി എന്ന രീതിയിലാണ് വാർത്ത പരക്കുന്നത്. തന്നെയുമല്ല, പ്രസ്തുത കൂടിക്കാഴ്ച നടന്നത് അമേരിക്ക ഇറാൻ യുദ്ധം തുടങ്ങുന്നതിന് നാളുകൾക്ക് മുൻപാണെന്നിരിക്കെ ഇറാനെതിരായ അമേരിക്കൻ ആക്രമണങ്ങളെ പാപ്പ അപലപിച്ച ശേഷമാണ് കർദിനാൾ ക്രിസ്റ്റോഫ് പിയറെ വിളിപ്പിച്ചതെന്നും പാപ്പയുടെ നിലപാടുകളോടുള്ള അമേരിക്കയുടെ എതിർപ്പ് അറിയിച്ചു എന്നുമാണ് ചില റിപ്പോർട്ടുകൾ. കോൾബിയുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് സമീപകാല മാധ്യമ വിവരണങ്ങൾ കെട്ടുകഥകളാണെന്ന് കർദിനാൾ പിയറെ സ്ഥിരീകരിച്ചതായി ബുർച്ച് വ്യക്തമാക്കി. യോഗത്തിൽ ഒരു തരത്തിലുള്ള ഭീഷണിയും ഉണ്ടായില്ല. 2 മാസം മുൻപ് നടന്നത് തുറന്നതും സൗഹാർദ്ദപരവുമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു. അവിഗ്നോൺ ഭീഷണി ഉണ്ടായിട്ടില്ലെന്നും കർദിനാൾ പറഞ്ഞതായി ബുർച്ച് കൂട്ടിച്ചേർത്തു. അതേസമയം കർദിനാൾ ക്രിസ്റ്റോഫ് പിയറിയുമായുള്ള കൂടിക്കാഴ്ച പെന്റഗൺ അംഗീകരിച്ചു എങ്കിലും കൂടിക്കാഴ്ച സമ്മർദ്ദപരമായിരുന്നു എന്ന റിപ്പോർട്ടുകൾ പെന്റഗൺ നിഷേധിച്ചതായാണ് റിപ്പോർട്ടുകൾ. കൂടിക്കാഴ്ചയെ അത്തരത്തിൽ ചിത്രീകരിക്കുന്ന റിപ്പോർട്ടുകൾ വളരെ അതിശയോക്തിപരവും വളച്ചൊടിച്ചതുമാണെന്ന് പ്രതിരോധ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി റിപ്പോർട്ടുണ്ട്. സംഭാഷണം ബഹുമാനപൂർണവും ന്യായയുക്തവുമായ ചർച്ചയായിരുന്നുവെന്ന് അദ്ദേഹം വിശദീകരിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. വിഷയത്തിൽ അഭിപ്രായം പറയുന്നതിന് മുൻപ് കർദിനാൾ പിയറിൽ നിന്നും നമ്മുടെ സ്വന്തം ആളുകളിൽ നിന്നും നേരിട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു വിഷയത്തിൽ ജെ.ഡി. വാൻസ് ഹംഗറിയിൽ വെച്ച് പ്രതികരിച്ചത്.